ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ അഥവാ ഈ മെയിൻ ചാനൽ മൂപ്പൻസ് വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനൽ, അതിൻ്റെ തുടക്കം മുതലുള്ള ആൾക്കാർ ഇന്നും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ അധികം ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് ദയവായി കമൻറ്റ് ഇടണം കേട്ടോ. തുടക്കം മുതലുള്ള ആൾക്കാർക്കും ഇപ്പോഴുള്ള ആൾക്കാർക്കും എല്ലാവർക്കും നന്ദി. നമ്മൾ എന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങളുടെ ഈ കൈകൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി പ്രധാനപ്പെട്ട വിഷയം, ഈ ഒരു ചാനലിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ സെക്കൻഡറി ചാനൽ മൂപ്പൻസ് വ്ളോഗ്സ് 2.0 എന്ന് പറയുന്ന ചാനൽ, ഞാൻ കമൻറ്റ് ബോക്സിൽ ആ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് പറയാൻ കാര്യം, കഴിഞ്ഞ വീഡിയോസൊക്കെ ഞാൻ ഈ നമ്മുടെ മെയിൻ ചാനലിന് ഇട്ട വീഡിയോസിൻ്റെ താഴെയൊക്കെ കുറേ അധികം ആൾക്കാർ ചോദിച്ചു, ഇതെന്ത് ബിഗ് ബോസിൻ്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടും എന്തേ വീഡിയോ ഇല്ലാത്തെന്ന് ചോദിച്ചു. അത് ഞാൻ സത്യം പറഞ്ഞ് ഇതിന് മുമ്പുള്ള ചില വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ചാനൽ ചെയ്തില്ല. പിന്നെ ഷോർട്ട് വീഡിയോസിൻ്റെ അകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പത്തെ ദിവസമൊക്കെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ചാനലിലാണ് ഇടുന്നത്. എന്നിട്ടും അറിയാത്ത ചില ആൾക്കാർ ചിലപ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതോടൊപ്പം തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. വളരെ സുദീർഘമായ വീഡിയോ ഒന്നല്ല, വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും എങ്കിലും ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റ് അറിയുന്ന ആൾക്കാർ ദയവായി ഇനി നമ്മുടെ ആ ചാനലിൽ മാത്രം പോയി കാണുക. മൂപ്പൻസ് വ്ളോഗ്സ് 2.0 ഒരു യെല്ലോയിഷ് ഷെയ്ഡിലുള്ള ഒരു ലോഗോയാണ് അതിനകത്തുള്ള സെയിം. ഓക്കെ, അതിനകത്ത് ഞാൻ ഇന്നലെ രാത്രി എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ പോയി കാണാം. റിവ്യൂ എന്നല്ല, എൻ്റെ ഒരു അഭിപ്രായം, ഒപ്പീനിയൻ ഇട്ടിട്ടുണ്ട്. ഇനി നേരെ ബാക്ക് ടു മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ കാണുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഇങ്ങനെ ബിഗ് ബോസിന് ഇഷ്ടമല്ലാത്തവരുണ്ട്, ബിഗ് ബോസ് കാണാത്തവർ ഒരുപാട് പേരുണ്ട്, ബിഗ് ബോസ് കാണാൻ നിർത്തിയ ആൾക്കാരുണ്ട്. കാണുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം നമ്മുടെ ഈ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള 2 ദിവസം മാത്രം പിന്നിടുന്ന ബിഗ് ബോസിൻ്റെ ഒരു പൊതുശൈലി എന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ ബി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു, അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രേണുസുതിയാണ്. അത് ഒരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. രേണുസുതിയാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇത് പറയുമ്പം എല്ലാ സൈഡും പറഞ്ഞു തന്നെ പോകണം. കഴിഞ്ഞ ഒരു ദിവസത്തെ അഥവാ ഫസ്റ്റ് ലോഞ്ച് ഡേ, അതിനുശേഷം ലാലേട്ടനടക്കം എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരെയും അകത്ത് കയറ്റി വിട്ട് ആ ഒരു ലോഞ്ച് ഡേ കഴിഞ്ഞിട്ട് 19 പേരെ അകത്ത് വിട്ടതിന് ശേഷം സെക്കൻഡ് ഡേ, ഇന്നലെ, അതായത് ഫസ്റ്റ് ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത സെക്കൻഡ് എപ്പിസോഡ്, ഇന്നലത്തെ ദിവസം ആ ഹൗസിൻ്റെ അകത്ത് കണ്ട കുറച്ചധികം നാടകീയമായ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുറത്തൊരാൾക്ക് ഗംഭീരമായ നെഗറ്റീവ് ഉണ്ട്. അതായത് നെഗറ്റീവ് എന്ന് വെച്ചാൽ രേണുസുതിക്കാണ്. ആ ഗംഭീരമായ നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തിയുടെ തലയിൽ കയറി ചവിട്ടി അവരെ ചതച്ചരച്ച് അതിൻ്റെ മേളിൽ നിന്നുകൊണ്ട് രാജാവാകാൻ വേണ്ടിയിട്ടുള്ള ചില കളികൾ. അത് ആ കളിച്ചേക്കുന്ന കളി എന്ന് വെച്ചാൽ അഭിശ്രീ എന്ന് പറയുന്ന ഒരു പ്രമുഖ ഒരു ഇൻഫ്ലുവൻസറും ഒരു ഡാൻസറും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിന് ആങ്കർ ഇഷ്യൂസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ സംഭവം. പിന്നെ 2, അപ്പാനി ശരത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പരദൂഷണ ആൺ കമ്മിറ്റി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ആൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അനീഷിൻ്റെ ചൊറിച്ചിലെന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പം ബിഗ് ബോസ് എന്നുള്ള സംഭവം എന്താ, അവിടെ ആരും പോയിട്ട് നന്മമരം കളിക്കാനോ, അല്ലെങ്കിൽ ഇപ്പം നന്മമരം ഞാനാണ്, ഓക്കെ, നന്മമരം കളിക്കാനോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയിട്ട് അവിടെ എല്ലാം നന്നാക്കി കളയുന്നില്ല. അവിടെ സർവൈവ് ചെയ്യുക, ബാക്കിയുള്ളവരെ പുറത്ത് തള്ളിടുക, അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരാൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെ പുറത്താക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതിലൊരു ഗെയിം സ്ട്രാറ്റജി വേണം. പക്ഷേ ഈ പുള്ളി തുടക്കത്തിലേ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാ കമൻറ്റ് ബോക്സിലും കാണാം. എന്നാൽ ഇന്നലെ എപ്പിസോഡ് വന്നതിന് ശേഷം പല ആൾക്കാരുടെയും ആ അഭിപ്രായം മാറി. പുള്ളി വെറുപ്പിക്കൽ മാത്രമല്ല, അത്യാവശ്യം കളിയിൽ കോണ്ടന്റ് തരുന്നുണ്ട്, സ്ക്രീൻ സ്പേസ് പരമാവധി അയാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മറ്റുള്ളവരെ അയാളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ പറയാതിരിക്കുന്ന വരത്തില്ല, ഡോക്ടർ റോബിൻ, അതുപോലെ തന്നെ അഖിൽ മാരാർ, സാബു മോന്, രജിത് സാർ, ഇങ്ങനെ കുറേ അധികം ആൾക്കാരുടെയൊക്കെ എന്താ പറയുക, ഒരു മാനറിസവും അവർ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഒരുമിച്ച് ഒരു അവിയൽ പരുവത്തിലാക്കിയിട്ട് ഈ പുള്ളിക്കാരൻ ചെയ്യാൻ ശ്രമിച്ചത് ഈ പുള്ളി മാത്രമല്ല, നോട്ട് ഓൺലി ഹിം, പുള്ളിയുണ്ട്, ഷാനു എന്ന് പറയുന്ന മറ്റേ പുള്ളിക്കാരൻ, ഷാനവാസ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പാനി ശരത്തുണ്ട്. ഇങ്ങനെ കുറച്ചധികം ആൾക്കാർ ഇതേ ഗെയിം സ്ട്രാറ്റജിയായിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത്. കാരണം എല്ലാവർക്കും രാജാവാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ തുടർച്ചയായിട്ട് പറയാം. അതിനകത്ത് ഇന്നലെ കണ്ട ആ അഭിശ്രീ പുള്ളിക്കാരൻ ഈ പറഞ്ഞ രേണുസുതിയെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി. പിന്നെ അതോടൊപ്പം തന്നെ അക്ബർ ഖാൻ, നിങ്ങൾക്കറിയാം, തുടക്കത്തിൽ ഞാൻ ആ ചാനലിൽ ഇട്ട വീഡിയോയിലാണ് ഞാൻ പറഞ്ഞു, അക്ബർ ഖാൻ നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യം ആര്യനോടൊക്കെ പറഞ്ഞു നീ ക്യൂട്ടാടാവെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചാൽ ഒരു നല്ല മനസ്സ്. പക്ഷേ അക്ബർ ഖാനും ഈ പറയുന്ന പരദൂഷണ കമ്മിറ്റിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒക്കെ ആയിട്ട് മാറണം. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ നടന്നിട്ടുള്ള തലവേദന എന്നുള്ളൊരു വിഷയം. ഒരാൾക്ക് തലവേദന വരുന്ന സമയത്ത് അത് രേണുസുതിക്ക് തലവേദന വന്നതുകൊണ്ട് അത് അഭിനയമാവുകയും രേണുസുതിയെ പറയുന്നതെല്ലാം തെറ്റായിട്ട് മാറുകയും, എന്നാൽ അപ്പുറത്ത് നമ്മുടെ ഷാനവാസ് ഷാനു, പുള്ളിക്കാരൻ്റെ തലവേദന ഒരു പ്രശ്നമല്ല, അത് ജെനുവൻ ആണെന്നുള്ള തലവേദനയും, അതോടൊപ്പം തന്നെ അയാൾക്ക് ഡാൻസ് കളിക്കാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവരെന്തെങ്കിലും അതിനുശേഷം ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് ജെനുവൻ അല്ലാത്ത തലവേദന എന്നുള്ള രീതിയിലേക്ക് മാറും. പിന്നെ ഷാനവാസ് ഷാനുവിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പരാമർശം, വിവാദം, ഗിസേൽ എന്ന് പറയുന്ന ഒരു മോഡൽ,
അവർ വളരെ ഗംഭീരമായിട്ട് തന്നെ അവിടെ നിൽക്കുന്നു. സോ അവരുടെ ഗെയിം സ്ട്രാറ്റജിയൊക്കെ നമുക്ക് ഗെയിം സ്ട്രാറ്റജി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് ദിവസം ഒന്നും പോകത്തില്ല. എന്തോ BB-യിൽ ഒന്ന് അപ്പിയർ ചെയ്യണം, ഹിന്ദിയിൽ ഉണ്ടായിരുന്നു, അതിനുശേഷം മലയാളം BB-ക്കകത്ത് വന്നിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടെ ഇത് ഡ്രസ്സിങ്ങിനെ ചൊല്ലി ഭയങ്കരമായിട്ട് തർക്കം നടക്കുന്നത് എന്ത് ഡ്രസ്സിങ് ആണെന്നുള്ളത് ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്. നമ്മുടെ ഈ ഇവിടെ ഇപ്പോഴും നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ റീലുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമകൾ, ഇതിന് മുൻകാല സീസണുകൾ, ഇതൊന്നും കാണാത്തവരാണോ ഈ സീസൺ കാണുന്നത്? അതിന് കാട്ടിൽ എന്ത് മോശമായിട്ടുള്ള വസ്ത്രധാരണമാണ് ആ സ്ത്രീ ചെയ്യുക. അവരൊരു മോഡലാണ്. അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ മോഡലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഷാനവാസ് ഇന്നലെ ഈ പെൺകുട്ടി അഥവാ ഈ ഗിസേലിനെ ഇന്നലെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഷാനു പറയുന്നൊരു കാര്യം, ഗിസേൽ ഇട്ടേക്കുന്നത് നമ്മുടെ കേരളത്തിനൊരു സംസ്കാരമുണ്ട്, കേരള വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെ ഇഷ്ടം തന്നെയാണ്, എങ്കിൽ കേരളത്തിന് സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി നമ്മുടെ കൺഫെഷൻ റൂമിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് പുള്ളിക്കാരനൊരു കുട്ടി നിക്കറിട്ടുണ്ടോ അഥവാ ബോക്സർ ഇട്ടുണ്ടോ ആണ്. അപ്പോൾ പല ആൾക്കാരുടെയും ആ ഒരു വീഡിയോയുടെ താഴെയും ചില ആൾക്കാർ സൂചിപ്പിച്ചിട്ടുള്ള അയാൾ ഒരു ബോക്സർ ഇട്ടതുപോലെയാണ് ഒരു പെൺകുട്ടി ഇറുകിയ ജട്ടിയിട്ട് നടക്കുന്നത്. സോ നമ്മുടെ മനോഭാവമാണ് കേട്ടോ. ഞാനതിനെ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെ എന്താ പറയുക, ഈ നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് അത് വ്യക്തിപരമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണോ നിങ്ങളുടെ അഭിമാനമുള്ളവരായോ അഭിമാനം ഇല്ലാത്തവരായിട്ടോ നടക്കാം. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ ഒരു നിയമമുണ്ട്, ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്കും നിയമത്തിനും വിരുദ്ധമായിട്ടാണ് നിങ്ങളുടെ വസ്ത്രമാണെങ്കിലും നിങ്ങളുടെ പ്രവൃത്തിയാണെങ്കിലും നിങ്ങളുടെ വാക്കുകളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് നിയമപരമായ രീതികളിലേക്ക് അതിനുള്ള സംഭവം വരും. അവിടെ പബ്ലിക്കായിട്ട് മറ്റേ എല്ലാം തുറന്ന് കാണിക്കാൻ ഈ പറയുന്ന ഷോയ്ക്കകത്തും പറ്റത്തില്ല. അവിടെ ഈ പരിമിതികളുണ്ട്. കാരണം നിയമം മൂലം നമ്മൾ എല്ലാവരും അതിനകത്താണ്, ആ ചട്ടക്കൂടിനകത്ത് നിൽക്കുന്നവരാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇറുകിയ വസ്ത്രം ഇടണോ വേണ്ടോ എന്നുള്ളതായിരിക്കും അവരുടെ ഇഷ്ടം. അത് BB ടീമിന് അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അങ്ങനെ. ഞാനത് ചോദിക്കുന്നത്, ഇതിന് മുൻകാല സീസണുകളിലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ പിന്നെ എന്തിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ട ചിന്തനീയമായ വിഷയമാണ്. നമ്മളെല്ലാവരും ഈ ബീച്ചുകളിലൊക്കെ പോകുന്നു, വിദേശികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് അവർ നമ്മുടെ ബീച്ച് സൈഡിൽ കിടക്കുന്നത് നിങ്ങൾ കാണാറില്ലേ? അപ്പം നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾ അറപ്പോ വെറുപ്പോ തോന്നുന്നുണ്ടോ? അപ്പോൾ പിന്നെ അതിനെക്കാട്ടിൽ എന്ത് മോശമായിട്ടുള്ള രീതിയിലാണ് ആ സ്ത്രീ അവിടെ നിന്നെന്നുള്ള ചിന്തിക്കണം. ഷാനു ഇത്രയും പറയുന്നത് ഒരു കുലപുരുഷ സെറ്റപ്പിലേക്കാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. കാരണം സീരിയലിലെ രുദ്രനായിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കയറിയ ഒരാൾ തന്നെയാണ്. അയാൾക്ക് ഇപ്പോഴും ആ ഒരു തരത്തിലാണ്. ആളിന് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. സീരിയൽ മേഖലയിലുള്ള ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹവും അതുപോലെ തന്നെ ബാക്കിയുള്ള ചില ആൾക്കാരും നടന്മാരും ഇൻഫ്ലുവൻസറായിട്ടുള്ള ആൾക്കാരും എല്ലാവരും കൂട്ടം ചേർന്നുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ രേണുസുധിയുടെ അടുത്താണ്. ഇന്നലെ രാത്രി ആ ബാത്റൂം ഏരിയയുടെ സൈഡിൽ വെച്ചിട്ടുള്ളൊരു നമ്മുടെ കലാഭവൻ സരിക, അതുപോലെ തന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടൊരു അപ്പാനി ശരത്ത്, അക്ബർ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്ത് സംസാരിക്കുന്ന സമയത്ത് അവരെ നിരന്തരം പൊതുവിൽ കളിയാക്കുന്ന ഒരു പേരാണ് രണാസുന എന്ന് പറയുന്നത്. ആ ഒരു പേര് പോലും വളരെ ഫണ്ണായിട്ട് അവരവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആരെയും കുറ്റപ്പെടുത്താതെ, അധികം ആരുടെയും പുറത്തു കയറാൻ നിൽക്കാതെ. എല്ലാ സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ അവരെല്ലാ സ്ഥലത്തും ദൂരെ പോയി നിന്ന് അവർ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ്റെ അകത്ത് മിങ്കിൾ ചെയ്യാൻ വേണ്ടി ദൂരെ പോയി നിൽക്കും. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ പാവം തോന്നി. കളി പറഞ്ഞല്ല, നിങ്ങൾക്ക് പലർക്കും അവരോട് നല്ല വെറുപ്പായിരിക്കും അവർ പുറത്ത് കാണിച്ചു കൂട്ടിയത്. ഞാൻ പറയുന്നത് പുറത്തുള്ള കാര്യം പുറത്ത്, ഇതിപ്പോൾ അകത്താണ്, ബിഗ് ബോസ് ഹൗസിനകത്ത് അകത്താണ്, ഇത് ഗെയിമാണ്. അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കാം, അല്ലായിരിക്കാം, ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും, അത് പുറത്ത് വരും. അതെന്തായാലും പുറത്ത് വരും. അത് അവരെന്നെ പറഞ്ഞു എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഇനി വരാനുണ്ട്, പക്ഷെ പുറത്ത് വരട്ടെ. പക്ഷേ ഇവിടെ അവർ പല സ്ഥലങ്ങളിലേക്കും പോയി അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ മറ്റേ തെരുവ് നായ ആ ഒരു ഹോട്ടലിനകത്ത് ഭക്ഷണം കഴിക്കുന്നവരെ വിശന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോലെ. കാരണം അവർക്കറിയാം അവർക്ക് മൊത്തത്തിൽ നെഗറ്റീവാണ്. ചിലപ്പോൾ ഇവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമോ, അടുത്തേക്ക് പോയാൽ അവരുടെ കോൺവെർസേഷൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ആകുമോ, ഇവർ മിണ്ടാതായി കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ ഹേർട്ട് ആയേക്കാം. അതുകൊണ്ടാവാം മേ ബി. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതിനുശേഷം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇന്നലെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ച വൈകുന്നേരത്തെ സംഭവങ്ങളിൽ എല്ലാത്തിലും അവരും വളരെയധികം മിങ്കിൾ ചെയ്യുന്നതായിട്ടാണ്. അപ്പാനി ശരത്ത്, സരിക, ഇവരെല്ലാവരും അക്ബർ അടക്കമുള്ള ആൾക്കാർ ഇവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് പോലെ കാണിക്കുന്നു. മൊത്തത്തിൽ ഓവറോൾ ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാൻ നിൽക്കുന്ന ആൾക്കാരും ഇവരെക്കുറിച്ച് താല്പര്യമില്ലാത്ത ആൾക്കാരും അടങ്ങുന്ന ഒരു സംഭവമായിട്ട് മാറുന്നു. അതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ BB ഹൗസിൻ്റെ അകത്ത് ഈ സ്ത്രീയെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ സപ്പോർട്ട് കിട്ടുമെന്ന് ചിന്തിച്ച് വെച്ചേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എന്നാൽ ഉറപ്പിച്ച് തന്നെ ഞാൻ പറയാം, എന്തായാലും ഈ അടുത്ത കാലത്ത് നിന്ന് അടുത്ത ദിവസങ്ങളിലൊന്നും ബിഗ് ബോസ് ഹൗസിൽ നിന്നും രേണുസുധി പോകണമെന്ന് വിചാരിച്ചാൽ പോലും അവിടെ നിന്ന് BB ഇറക്കി വിടത്തില്ല. കാരണം ബിഗ് ബോസിന് ഒരു അസറ്റാണ് രേണുസുധി. നമുക്ക് എന്താ 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ 2 ദിവസത്തെ ഈ ഗ്യാപ്പിൽ രേണുസുധി എടുത്ത് പുറത്താക്കിയാൽ പോലും അവിടെ ഒരു വിടവുണ്ടാവും ഉറപ്പായിട്ടും. പക്ഷേ മറ്റുള്ളവരെ ചിന്തിക്കാം. നമ്മുടെ ആതിര നൂറ, പിന്നെ നമ്മുടെ റന ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു ഔട്ട്സ്റ്റാൻഡിങ്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ 2 ദിവസം കണ്ടതിൻ്റെ അകത്തുനിന്ന് എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുള്ളതിനകത്ത് ഒരു പ്രമുഖയായിട്ടുള്ള കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് റന ഫാത്തിമ, റന ഫാത്തിമ, പിന്നെ അനീഷ്.
ഞാൻ പറഞ്ഞ കോണ്ടന്റ്, സ്ക്രീൻ സ്പേസ്, മൊത്തത്തിൽ ഓവറോൾ പെർഫോം ചെയ്യുന്ന ഗെയിമേഴ്സിനെ കുറിച്ചാണ്. റന ഫാത്തിമയ്ക്ക് ബോൾഡാണ്, വ്യക്തമായ നിലപാടുണ്ട്, കാഴ്ചപ്പാടിലുണ്ട്. ആ മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടിയെ ഭയങ്കര മോശമായിട്ട് ടാർണിഷ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് വ്യക്തമായിട്ട് മറുപടി കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാം രണ്ടച്ഛന്മാരുടെയാണ്. ഇയാൾ പറഞ്ഞു എനിക്കൊറ്റ തന്തേ ഉള്ളൂ, അപ്പം ഇല്ല നമ്മളൊക്കെ രണ്ടച്ഛന്മാരുടെ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ രേണുസുതിയായിട്ടുള്ള കോൺവെർസേഷൻ്റെ അകത്ത് അവരെക്കുറിച്ച് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തെളിയിക്കണം ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ആ കുട്ടി. അതുപോലെ തന്നെ ഒരു ആർജ ഉണ്ടല്ലോ, പുള്ളിക്കാരി പേര് വിട്ടു, ആ പുള്ളിക്കാരത്തി നന്നായിട്ട് കയറി വരുന്നുണ്ട്. പിന്നെ അനീഷ്, റന, അതുപോലെ തന്നെ രേണുസുതി, പിന്നെ അക്ബർ ഖാൻ ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. ഷാനു ആക്റ്റീവാണ്, കുഴപ്പമില്ല. പൊതുവിൽ കുറച്ച് പേര് ഇങ്ങനെ ആക്റ്റീവായിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ ആക്റ്റീവ് അല്ലെന്നല്ല, കാരണം 2 ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരാരെയും ഫസ്റ്റ് വീക്ക് എവിക്റ്റ് ചെയ്യാതെ സെക്കൻഡ് വീക്കിലേക്കും കൂടെ കൊടുത്ത് അടുത്ത വീക്ക് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഗെയിം മനസ്സിലാക്കാൻ പറ്റൂ. ഒരു വൺ വീക്കെങ്കിലും ഇവർക്ക് ആ ഒരു ടൈം പീരീഡ് കൊടുത്താൽ മാത്രമേ ലാലേട്ടൻ വന്നൊരു ഫയറൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യത്തിൽ നിന്ന് എങ്ങനെയാണ് അടുത്ത ആഴ്ച ഇവർ പെരുമാറുന്ന അനുസരിച്ചിട്ട് വേണം നമുക്ക് ഗെയിമിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. ഫസ്റ്റ് വീക്കിൽ തന്നെ ആരെങ്കിലും ഒക്കെ എടുത്ത് പുറത്താക്കുന്നെങ്കിൽ അത് വളരെ ശോകമായിരിക്കും. ഈ ഫസ്റ്റ് വീക്ക് പുറത്താക്കലല്ല, സെക്കൻഡ് വീക്കിൽ കൂടെ നോക്കിയിട്ട് അവിടെ നിന്ന് എവിക്ഷൻ തുടങ്ങുന്നതായിരിക്കും. 1-2 പേരൊക്കെ എടുത്ത് പുറത്താകണമെങ്കിൽ നന്നായിരിക്കുക. ആദ്യത്തെ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ രേണു സുധിയെയും വെറുക്കുന്ന ആൾക്കാരുണ്ടാവും, മറ്റു പല ആൾക്കാരുടെ ഗെയിം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവാം, മുൻകാല സീസണുകളിലെ റിവ്യൂ വെച്ചിട്ട് എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, നീ ഇവരുടെ PR അല്ലേ, നീ അവരുടെ PR അല്ലേ എന്ന് ചോദിച്ചു വരാൻ സാധ്യതയുള്ള വിമർശകരായിട്ടുള്ള ആൾക്കാരുണ്ടാവാം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ മുൻകാല സീസണുകളിൽ ഞാൻ ചെയ്തിട്ടുള്ള അപ്രോച്ചസ് ആയിരിക്കത്തില്ല ഈ സീസണിൽ ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വീഡിയോയുടെ കാര്യത്തിൻ്റെ അകത്താണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഈ മെയിൻ ചാനലിൽ നിന്ന് വിട്ട് ആ ചാനലിലേക്ക് ഞാൻ ചെയ്തത്. ഇപ്പോഴും കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ആ ചാനലിൽ പോയിട്ട് വീഡിയോ കാണണം. അവിടെ ഞാൻ എന്തായിരുന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അവിടെ ആ ചാനലിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അകത്ത് അവിടെ ഇട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. രേണുസുതി അത്രയും വെറുക്കപ്പെടേണ്ട കാര്യം ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് വെറുക്കപ്പെടേണ്ട കാര്യം ഉണ്ടോ? പുറത്തുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, അകത്തുള്ള കാര്യങ്ങൾ. അവരൊരു ഗെയിമിനകത്ത് നിൽക്കുന്നത് അവരിനിയും അത്രയും വെറുക്കപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരു ഗെയിമിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയിട്ട് അവിടെ ഗെയിം കളിക്കുന്നില്ല എങ്കിൽ അവരെ വെറുക്കുന്നതിനപ്പുറം പുറത്തുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവർ ഇപ്പോഴേ വെറുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ പുറത്തുള്ള ജീവിതങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഒരു സംശയം വേണ്ട, അതൊക്കെ സംസാരിക്കും. അതിനുള്ള കാരണമായി സ്റ്റോറി കഥ പറച്ചിലൊക്കെ വരുന്ന സമയം പിന്നെ അവരുടെ കയ്യിൽ നിന്ന് വാവിട്ട് പോകുന്ന കാര്യങ്ങൾ ഇവരുടെ സംബന്ധിച്ച് വിടുവായത്തും ഇച്ചിരി കൂടുതലാണ്, വാപോയ കോടാലി. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വരെ വായിന്നൊക്കെ എന്തെങ്കിലും വീഴുമെങ്കിൽ കോൺട്രവേഴ്സി ആവുകയും ചെയ്യും. സോ അതുകൊണ്ട് രേണുസുതി ഈ നിറഞ്ഞു നിൽക്കുന്നത് ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും രേണുസുതി എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അവർ വളരെ ഒരു പ്രൈം കണ്ടസ്റ്റൻ്റ് ആണ് അതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ അവരുടെ PR ആണെന്ന് തോന്നുന്നവർ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മൂപ്പനെ കണ്ടിട്ട് അവരുടെ PR ആയിട്ടാണ് തോന്നിയത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ PR ആയിട്ടാണ് തോന്നിയത്, അതോ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടുള്ളവരുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുക. അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടത് ഗൈസ്, ബൈ.